മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓരോ പ്രഭാതത്തിലും പുത്തൻ സ്നേഹം കൊണ്ട് നമ്മെ പൊതിയുന്ന കർത്താവിന് ഒരേ ഹൃദയത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിലാപങ്ങൾ 3-ാം അധ്യായം 57-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു. പലപ്പോഴും ജീവിത പ്രതിസന്ധികളിൽ ദൈവം പോലും ഉപേക്ഷിച്ചുവോ എന്ന ചിന്തയോടെ നാം തളർന്നു പോയിട്ടില്ലേ? എന്നാൽ നാം അറിയാതെ പോയൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ അസ്തിത്വം പോലും സംശയിച്ച് നാം ചാഞ്ഞിരുന്നുറങ്ങിയത് അവിടുത്തെ മാറലായിരുന്നുവെന്ന്. നീ വിളിക്കും മുമ്പേ ഓടി വരുന്നവനും പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഉത്തരം നൽകുന്നവനുമായ ആ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഖത്തർ നേഴ്സസ് മിനിസ്ട്രി നയിക്കുന്ന ഈ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് ഒരേ ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കാം. തന്നിൽ ചേരുന്നു, പാടുന്നു, നാമം വാഴ്ത്തുന്നു. ആരാധിച്ചിടുവാനായി അങ്ങേ സന്നിധി തന്നിൽ ചേരുന്നു, പാടുന്നു, മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാനിൻ നാമം വാഴ്ത്തുന്നു, നാമം വാഴ്ത്തുന്നു, നാമം വാഴ്ത്തുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം വസിക്കാനായി സ്വയം ശൂന്യവൽക്കരിച്ച് അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മധ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമുക്കൊന്ന് നോക്കാം. സങ്കീർത്തകൻ പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. പിതാവായ ദൈവത്തിൻ്റെ നിത്യം നിലനിൽക്കുന്ന സ്നേഹസമാനമാണല്ലോ ദിവ്യകാരുണ്യം. പുത്രനായ ഈശോയുടെ ത്യാഗവും പരിശുദ്ധാത്മാവിൻ്റെ പരിപാലനയും നിറസാന്നിധ്യവുമാണല്ലോ ദിവ്യകാരുണ്യമായ ഈശോ. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും ആണെന്ന് അരുളി ചെയ്തുകൊണ്ട് നമുക്ക് നിത്യജീവൻ നൽകുവാനായി ബലിവേദിയിൽ എന്നും മുറിക്കപ്പെടുന്ന ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ആരാധിക്കാം. ഈ പ്രത്യേക ദൈവ സാന്നിധ്യത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ നമുക്ക് ആരാധിക്കാം. വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് നിരന്തരം പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന സകല മാലാഖമാരോടും വിശുദ്ധരോടും
സകല സ്വർഗനിവാസികളോടും ചേർന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാം നമ്മുടെ മാതാവും മധ്യസ്ഥയുമായ പരിശുദ്ധ അമ്മയോടും നഴ്സസ് മിനിസ്ട്രിയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിനോടുമൊപ്പം വിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരോടും അവരുടെ കുടുംബങ്ങളോടും ആത്മീയമായി ഐക്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ശാലോം ടി വിയിലൂടെ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ ലോക മോഹങ്ങളെ ഈ ലോക വിജ്ഞാനത്തെ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോക മോഹങ്ങളെ ഈ ലോക വിജ്ഞാനത്തെ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. യേശയ്യ 53:5 വചനം പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിദാരുണമായി പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് കാൽവരിയിൽ യാഗമായി തീർന്ന ക്രൂശിതനെ നമുക്ക് ധ്യാനിക്കാം. നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുത്തിമുറിവേൽപ്പിക്കപ്പെട്ട് ഈശോനാഥൻ്റെ തിരുവിലാവിലെ തിരുഹൃദയത്തിലേക്ക് ലോകമെമ്പാടുമുള്ള സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന ഓരോ നേഴ്സിനെയും അവരുടെ കുടുംബങ്ങളെയും ചേർത്ത് വയ്ക്കാം. കാരുണ്യവനായ ഈശോയെ, പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളിലേക്കും നിർജീവമായ എല്ലാ അവസ്ഥകളിലേക്കും തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തവും തിരുജലവും കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തി നവജീവൻ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിട്ടുള്ള നിരവധിയായ നന്മകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ നഴ്സിംഗ് പ്രൊഫഷനിലൂടെ അവിടുന്ന് നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. അവിടുത്തെ സ്നേഹ സൗഖ്യ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ പങ്കുചേർത്തുകൊണ്ട് അവിടുത്തെ ശിഷ്യരാകാൻ വിളിക്കപ്പെട്ട അവിടുത്തെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും ഓർത്ത് അവിടുത്തെ സ്നേഹത്തിനായി, കരുതലിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഫിലിപ്പിയരുടെ ലേഖനം 1-ാം അധ്യായം 29-ാം വചനം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അനുഗ്രഹം നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് അനുവദിച്ചു തന്നിട്ടുള്ള എല്ലാ കുരിശുകൾക്കും തകർച്ചകൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കാനും
എളിമപ്പെടുത്തി നിത്യതയിലേക്ക് നയിക്കാനുമായി തകർച്ചയിലൂടെ ഉന്നതമായ അഭിഷേകത്തിലേക്കും കൃപയിലേക്കും നയിച്ചുകൊണ്ട് ഈശോയുടെ കുരിശിനോട് ചേർന്ന് നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്തി സ്വർഗരാജ്യത്തിന് ഞങ്ങൾ അവകാശികളാക്കാൻ അവിടുന്ന് അനുവദിച്ചു തരുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ, വ്യക്തി ജീവിതത്തിലെ, കുടുംബജീവിതത്തിലെ, ജോലി മേഖലയിലൂടെ ഉള്ള എല്ലാ ത്യാഗങ്ങൾക്കും സഹനങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ നിമിഷം അനുദിന ജീവിതത്തിലെ നമ്മുടെ എല്ലാ കുരിശുകൾക്കും എല്ലാ സഹനങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദി പറയുന്നു. യേശുവേ എല്ലാ സഹനങ്ങൾക്കും തകർച്ചകളുമായി നന്ദി പറയുന്നു. എല്ലാ പരാജയങ്ങൾക്കും തോൽവികൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ അവിടുന്ന് ഞങ്ങളെ നിത്യതയിലേക്ക് നയിക്കാനായി അവിടുന്ന് അനുവദിച്ചിരുന്ന എല്ലാ സഹനങ്ങളെയും തകർച്ചകളെയും പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാനതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം തിരുവചനം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ അറിയുന്നു. ഈശോയെ, നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ കഷ്ടതകളും നമ്മുടെ ഉപരി നന്മയ്ക്കായി മഹത്വത്തിനായി മാറ്റുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയുടെ പീഡാസഹനത്തോട് ചേർന്ന് സഹിച്ച് കുരിശിൻ്റെ വഴിയിൽ ശിമയോനെ പോലെ വെറോനിക്കായെ പോലെ അങ്ങേക്ക് ആശ്വാസമായി തീരാൻ വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും അവിടുത്തെ പുനരുത്ഥാനത്തിൽ അവിടുത്തെ മഹത്വത്തിൽ പങ്കാളികളായി തീരുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നാഥ, ആ സ്വർഗത്തെ ലക്ഷ്യമാക്കി
സ്വർഗീയ കിരീടത്തിന് വേണ്ടിയിട്ട് സഹനങ്ങളെ സമർപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ തകർച്ചകളുടെയും വേദനകളുടെയും മധ്യത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മശക്തി ഓരോ മക്കളിലേക്ക് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വന്ദനം വരും നാളു വരുന്നു, നിന്ദനത്തിൽ നീ ഇന്ന് സന്തോഷിക്കുവിൻ. വന്ദനം വരും നാളു വരുന്നു, നിന്ദനത്തിൽ നീ ഇന്ന് സന്തോഷിക്കുവിൻ. സന്തോഷിക്കുവിൻ കുഞ്ഞെ സന്തോഷിക്കുവിൻ, നിന്ദനത്തിൽ നീ ഇന്ന് സന്തോഷിക്കുവിൻ. സന്തോഷിക്കുവിൻ കുഞ്ഞെ സന്തോഷിക്കുവിൻ, നിന്ദനത്തിൽ നീ ഇന്ന് സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയാതിരിക്കട്ടെ. അതിന് വലിയ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഹെബ്രായർ 10-ാം അധ്യായം 35-ാം തിരുവചനം നമ്മളോട് പറയുന്നു, കർത്താവായ ഈശോയെ, ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളുടെ കഷ്ടതകളുടെ മൂലവും ജോലി മേഖലകളിലെ സഹനങ്ങൾ മൂലവും ആത്മധൈര്യം നഷ്ടപ്പെട്ട് പ്രത്യാശയില്ലാതെ കഴിയുന്ന എല്ലാ നഴ്സുമാരെയും ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയെ, അങ്ങയുടെ സ്നേഹവും സാന്നിധ്യവും സാമീപ്യവും കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവരിൽ വലിയ കൃപ ചൊരിയണമേ. ആത്മധൈര്യം കൊണ്ട് അവരെ നിറയ്ക്കണമേ. സമാധാനവും സ്നേഹവും നൽകി ആശ്വസിപ്പിക്കണമേ. ആത്മധൈര്യത്തിൽ പ്രത്യാശ തികഞ്ഞ് അവരെ ഈശോയിൽ നിറയുവാനായിട്ടുള്ള വലിയ കൃപയും അനുഗ്രഹവും അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. സൗഖ്യദായകനായ യേശുവേ, പലവിധ രോഗപീഠകളാൽ കഷ്ടത അനുഭവിക്കുന്ന എല്ലാ നഴ്സുമാർക്ക് വേണ്ടിയും അവരുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയും ഇതാ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അങ്ങ് പറയുന്നുണ്ടല്ലോ. കർത്താവേ, രോഗികളെ സുഖപ്പെടുത്തണമേ. രോഗാവസ്ഥയിൽ ഭവനങ്ങളിലായിരിക്കുന്നവർ, കിടപ്പ് രോഗികൾ, ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന രോഗികൾ, പ്രത്യേകമായി ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നവർ, എല്ലാവരെയും അങ്ങയുടെ വചനത്താൽ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. കർത്താവായ ഈശോയെ, അനേക വർഷങ്ങളായി ഒരു നേഴ്സായി ജോലി ചെയ്തിട്ട് ഇതുവരെയും സ്വന്തമായി ഭൂമിയോ കയറി കിടക്കാൻ ഒരു വീടോ ഇല്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നഴ്സുമാരെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യെശയ്യ 65:21 അവർ ഭവനങ്ങൾ പണിത് അധിവസിക്കും, മുന്തിരിത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. ഈ വചനത്തിൻ്റെ യോഗ്യതയാൽ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ കുരിശോളം വലുതാക്കണേ,
നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ. നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ദിവ്യകാരുണ്യനാഥ, മക്കളില്ലാത്ത എല്ലാ നഴ്സുമാരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. സങ്കീർത്തനം 113:9. അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി നൽകുന്നു. മക്കളെ നൽകി അവിടുന്ന് അവളെ അനുഗ്രഹിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാരെയും നിന്റെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. മക്കളെ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശോളം വലുതാക്കണേ. നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ. നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുളി ചെയ്ത കർത്താവേ, കുടുംബജീവിതത്തിൻ്റെ പലവിധ ഭാരങ്ങളാൽ അസ്വസ്ഥതകളാൽ വലയുന്ന എല്ലാ നേഴ്സുമാരെയും താവേ അങ്ങ് തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഇന്നേ ദിവസം അനേക സ്ഥലങ്ങളിൽ ജോലിയെടുത്ത് പണിയെടുത്ത് അനേകം വിഷമതകളാൽ വിഷമിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകമായി എസ് മേഖലയിൽപ്പെട്ട എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയും ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, ജെറമിയ 31:25, ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. ഈ വചനത്തിൻ്റെ ശക്തിയാൽ കർത്താവെ, അങ്ങ് എല്ലാവരെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ എന്നും ആശ്വസിപ്പിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ കുരിശോളം വലുതാക്കണേ. നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ. നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ദിവ്യകാരുണ്യ ഈശോയെ, അവിടുന്ന് ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ തകർച്ചകളും സഹനങ്ങളും ഏറ്റെടുത്ത് അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുത്തെ സന്നിധിയിൽ ലോകമെമ്പാടുമുള്ള നഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദിവ്യകാരുണ്യനാഥ, ഓരോ നഴ്സിനും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കഷ്ടപ്പാടുകളും സന്തോഷപൂർവ്വം സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ പടയാളികളെ പോലെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ലോകത്തിന് പ്രകാശവും ഭൂമിക്ക് അനുഗ്രഹവും തിരുസഭയ്ക്ക് മഹത്വവും സ്വർഗത്തിന് ആനന്ദവുമായി തീരാൻ ഇടവരുത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം
വിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മുടെ സഹനങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള ആത്മധൈര്യം നൽകി അനുഗ്രഹിച്ച ദിവ്യനാഥനോട് നമുക്കെന്നും നന്ദിയുള്ളവരായിരിക്കാം. ഒരിക്കൽ ഒരു വിശുദ്ധനായ മനുഷ്യൻ പറയുകയുണ്ടായി, കർത്താവ് എന്നെ ഓർക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഓരോ സഹനവും. കാരണം ഈ സഹനത്തിലൂടെ ഞാൻ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് എന്നെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കുന്നു. അതേ സഹോദരരെ, ഓരോ സഹനത്തിലൂടെയും നമ്മെ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിച്ച് അവ നമ്മെ ഈശോയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ സഹനങ്ങളിൽ ദൈവത്തിനോട് മറുതലിക്കാതെ അവിടുത്തെ സ്നേഹച്ചൂടിൽ നമുക്ക് ചേർന്ന് നിൽക്കാം. അവിടുന്ന് നമ്മെ ഉപയോഗിച്ചു കൊള്ളട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ